ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പെരുന്നാൾ വ്ളോഗിലേക്ക് സ്വാഗതം. പെരുന്നാൾ എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് മൈലാഞ്ചി കരച്ചിടൽ തുടങ്ങിയിട്ടുണ്ട്. എന്നത്തെയും പോലെ നോമ്പ് തുറക്കുമ്പോഴത്തേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിട്ടോ. നാളെ റമദാൻ ആവോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനും റമദാൻ പെട്ടെന്ന് കഴിഞ്ഞു പോയതിന്റെ ഒരു സങ്കടവും. നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ പള്ളിയിൽ നിന്ന് തക്ബീർ കേൾക്കൽ തുടങ്ങിയാറ് പിന്നെ ഫുള്ള് തട്ടിപ്പടയിലായിരുന്നു കേട്ടോ. ഇക്ക ഞങ്ങളൊക്കെ കൂട്ടി നേരെ ടൗണിലേക്ക് വിട്ടു കേട്ടോ. ഇക്കാണ് കേട്ടോ എനിക്ക് വേണ്ടിയുള്ള ചെരുപ്പ് സെലക്ട് ചെയ്യുന്നത്. ഇവരിതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എനിക്കുള്ള ചെരുപ്പ് തന്നെ എടുത്തോളാന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കുള്ള ചെരുപ്പ് എടുത്തിട്ടോ. നേരെ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹെയർ കട്ട് ചെയ്യാൻ പിന്നെ നേരെ വിട്ടു കേട്ടോ. കട്ടയിൽ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്ക് നല്ല ക്ഷീണവും ഉറക്കം വരൽ തുടങ്ങി. എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള ആ നോട്ടം കണ്ടില്ലേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിട്ടോ. പുള്ളി പാസ്സാക്കിയപ്പോൾ പിന്നെ ഒരു എനർജി ആയിട്ടോ. പിന്നെ മൈലാഞ്ചി കൂടെ കണ്ടപ്പോൾ പിന്നെ ഫുൾ ഹാപ്പി ആയിട്ടോ. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ കുഞ്ഞു കുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ക്ഷീണം പിടിച്ചിട്ടുള്ള ഉറക്കമായത് കാരണം നല്ലപോലെ ഇടാൻ പറ്റും. നേരം വെളുത്തതേ പിന്നെ ഓർമ്മയുള്ളൂ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായി. പക്ഷെ ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇക്കയും മോനും പള്ളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇക്കാടെ പെങ്ങളെ വീട്ടിലേക്ക് പോയി. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക്. അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ കാലിൽ ചെരുപ്പൊന്നും ഇല്ലട്ടതാ. ഇതേപോലെ ആ വിഷമം തീർക്കാനും പെരുന്നാൾ ഒന്നും കൂടി ഉഷാറാക്കാനും വേണ്ടി പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ നേരെ കൊടുവള്ളി പാർക്കിലേക്ക് വിട്ടു. അവിടെ കുട്ടികൾക്ക് പറ്റിയ പലതരം റൈഡുകൾ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്ക് പറ്റിയ അഡ്വഞ്ചർ റൈഡുകൾ ഉണ്ട്. ഒരു പൈസ ചിലവില്ലാതെ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഹിൽ പാർക്ക്. ഈ വർഷത്തെ നിങ്ങളുടെ ചെറിയ പെരുന്നാൾ എങ്ങനെയായിരുന്നു എന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഈ പ്രാവശ്യത്തെ ചെറിയ പെരുന്നാൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഞങ്ങളുടെ ഈ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.